ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. സാപ്പുട്ടിങ്കള മലയാളത്തിൽ ഭക്ഷണം കഴിച്ചു. തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ നമ്മൾ കേൾക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. സാപ്പുട്ടിങ്കള. തമിഴ്നാട്ടുകാർ അതിഥികളോട് മര്യാദയും സ്നേഹവും കാണിക്കുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ കഴിക്കുവാനോ കുടിക്കുവാനോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും അവർ കൊണ്ടുവന്ന് തന്നിരിക്കും. യഥാർത്ഥ സ്നേഹം എന്നത് കേവലം അഭിവാദനത്തെക്കാൾ ഉപരി ശരിയായ അതിഥി സൽക്കാരമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. നമ്മുടെ ഈ ഹെർമിറ്റ്സിൽ ആരെങ്കിലും വന്നാൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമെങ്കിലും കുടിക്കുവാൻ കൊടുക്കണമെന്ന് ഇടയ്ക്കിടയ്ക്ക് അഭിമന്യ തിരുമേനി ഞങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട്. വചനം പരിശോധിക്കുമ്പോൾ ദയവോടെ അതിഥി സൽക്കാരം നടത്തിയവളാണ് റിബേക്ക എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പട്ടണത്തിലെ കിണറിൽ നിന്ന് ഭരണികളിൽ വെള്ളം കോരി നിറച്ച് വീട്ടിൽ എത്തിക്കുക എന്നുള്ളത് അവളുടെ പതിവ് ജോലിയായിരുന്നു. അബ്രാഹാമിന്റെ ദാസൻ ദീർഘദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നപ്പോൾ തൻ്റെ ഭരണിയിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുവാനായിട്ട് അവൾ യാതൊരു മടിയും കാണിച്ചില്ല. അതുമാത്രമല്ല, അല്പം ഭാരമുള്ള ഒരു ജോലി ആയിരുന്നിട്ട് കൂടി കൂടെയുണ്ടായിരുന്ന ഒട്ടകങ്ങൾക്കും വെള്ളം കോരിക്കൊടുക്കുവാനായിട്ട് അവൾ തയ്യാറായി. അനേകർ പ്രയാസകരമായ ജീവിതം നയിക്കുമ്പോൾ അനുകമ്പയുടെ ഒരു ചെറിയ പ്രകടനം പോലും ദൈവസ്നേഹത്തിൻ്റെ നേർച്ചാലുകളായി മാറ്റപ്പെടും. ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധങ്ങളായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. 1 പത്രോസ് 4-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. വലിയ പ്രസംഗങ്ങളെക്കാളും അനുകമ്പയുടെ ചെറിയ ചെറിയ പ്രകടനങ്ങളിലൂടെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് നമുക്കും പരിശ്രമിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.